എല്ലാവർക്കും നമസ്കാരം. ശിവൻ, മുരുകൻ, ശാസ്താവ്, ലളിതാംബിക തുടങ്ങി എല്ലാ ദേവീ ദേവതകൾക്കും സഹസ്രനാമങ്ങളുള്ളതായി നമുക്ക് കാണാം. എന്നാൽ ഏറ്റവും ആധികാരികവും പ്രാമാണികവും പൗരാണികവുമായിട്ടുള്ള സഹസ്രനാമം വിഷ്ണു സഹസ്രനാമമാണ്. അതുകൊണ്ട് തന്നെയാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിന് ആദിശങ്കരൻ ശങ്കരാചാര്യ ഭഗവത്പാദർ വ്യാഖ്യാനം രചിച്ചിട്ടുള്ളത്, ഭാഷ്യം രചിച്ചിട്ടുള്ളത്. മറ്റ് സഹസ്രനാമങ്ങൾക്കൊന്നും തന്നെ ആദിശങ്കരൻ ഭാഷ്യം രചിച്ചിട്ടില്ല. കേവലം വിഷ്ണു സഹസ്രനാമത്തിന് മാത്രമേ അദ്ദേഹം വ്യാഖ്യാനം രചിച്ചിട്ടുള്ളൂ എന്നത് വിഷ്ണു സഹസ്രനാമത്തിന്റെ പ്രസക്തിയെ, പ്രാധാന്യത്തെ കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇത് കലിയുഗമാണ്. കലിയുഗത്തില് ഹരിനാമ സങ്കീർത്തനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് കൂടിയായിരിക്കണം കലിയുഗത്തിൽ വന്ന് അവതരിച്ച ശങ്കരാചാര്യ ഭഗവത്പാദര് വിഷ്ണു സഹസ്രനാമത്തിന്, ഭഗവാൻ വിഷ്ണുവിന്റെ സ്തുതിയാണല്ലോ, കൃഷ്ണന്റെ സങ്കീർത്തനമാണല്ലോ, സ്തവമാണല്ലോ, സ്തോത്രമാണല്ലോ വിഷ്ണു സഹസ്രനാമം. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഭാഷ്യം രചിക്കാനുണ്ടായ മറ്റൊരു കാരണം. ശങ്കരാചാര്യ ഭഗവത്പാദർ പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം രചിച്ചു. തന്റെ അദ്വൈത സിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നതിനായി അദ്ദേഹം 70-ൽ പരം പ്രകരണ ഗ്രന്ഥങ്ങൾ രചിച്ചു. എന്നാൽ അതിലെല്ലാം അദ്ദേഹം ശ്രുതിയെ മാത്രമാണ് ഉദ്ധരിച്ചിട്ടുള്ളത്, അതായത് ഉപനിഷത്തുക്കളെ. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി തന്റെ വിഷ്ണു സഹസ്രനാമ ഭാഷ്യത്തിൽ ഭഗവത്പാദർ സ്മൃതി ഗ്രന്ഥങ്ങളെയും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിഹാസ പുരാണങ്ങളും സ്മൃതികളും ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാം. ശ്രുതിയും, അതായത് ഉപനിഷത്തുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്, കൂടെ സ്മൃതി ഗ്രന്ഥങ്ങളെയും ഉദ്ധരിച്ചു എന്നത് ഒരു പ്രത്യേകതയാണ്. വിഷ്ണു സഹസ്രനാമ ഭാഷ്യത്തിൽ മാത്രമാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. പറഞ്ഞുവല്ലോ, വിഷ്ണു സഹസ്രനാമത്തിന്റെ പ്രസക്തി കലിയുഗമായതുകൊണ്ട് തന്നെ കലിയുഗത്തില് ഹരിനാമ സങ്കീർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്. വിഷ്ണു പുരാണത്തില് വ്യാസ മഹർഷി അത് പറയുന്നതായിട്ട് നമുക്ക് കാണാം. കലിയുഗത്തിൽ വന്നു പിറന്നവർക്ക് നമസ്കാരം. കാരണം കേവലം ഹരിനാമ സങ്കീർത്തനം കൊണ്ട് തന്നെ മോക്ഷം നേടാൻ സാധിക്കും കലിയുഗവാസികൾക്ക് എന്നതുകൊണ്ട് കലിയുഗത്തില് നാമസങ്കീർത്തനം, പ്രത്യേകിച്ച് ഹരിനാമ സങ്കീർത്തനത്തിന്റെ പ്രസക്തി നമ്മൾ വീണ്ടും മനസ്സിലാക്കുക. അതുകൊണ്ട് കൂടെ ആയിരിക്കണം അദ്ദേഹം ഭഗവത്പാദർ ഈ ഒരു വിഷ്ണു സഹസ്രനാമത്തിന് ഭാഷ്യം രചിച്ച് എന്ന് വിശ്വസിക്കുന്നു. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹരോട് ധർമ്മപുത്രരായിട്ടുള്ള യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, ആരാണ് ശ്രേഷ്ഠനായ ദേവൻ? ഏറ്റവും വലിയ ഈശ്വരൻ ആരാണ്? ആരാണ് ഏറ്റവും വലിയവനായ ദൈവം എന്ന് ചോദിക്കുന്നു. കൂടാതെ ചോദിക്കുകയാണ്, ഏറ്റവും വലിയ പരമധർമ്മം എന്താണ് എന്ന്. അതിനുള്ള മറുപടിയായിട്ടാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തെ ഭീഷ്മ പിതാമഹർ യുധിഷ്ഠിരന് ഉപദേശിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുൻപിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു സഹസ്രനാമം യുധിഷ്ഠിരന് ഭീഷ്മ പിതാമഹർ ഉപദേശിക്കുന്നത്. അതിന്റെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കണം. അങ്ങനെയുള്ള വിഷ്ണു സഹസ്രനാമത്തിന് ശങ്കരാചാര്യ ഭഗവത്പാദർ ഭാഷ്യം രചിച്ചു എന്നതിൽ അത്ഭുതപ്പെടാനില്ല. ഇന്ന് വിഷ്ണു സഹസ്രനാമം ശങ്കരഭാഷ്യം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള കൃതികളിൽ ഏറ്റവും പ്രശസ്തമായ 2 കൃതികളാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് ശിവാനന്ദാശ്രമത്തില് നിർമ്മലാനന്ദ സരസ്വതി സ്വാമികൾ രചിച്ച വിവർത്തനം. 2 ശ്രീരാമകൃഷ്ണ മഠത്തില് ശങ്കര ശർമ്മ രചിച്ചിട്ടുള്ള മലയാള വിവർത്തനം. ഇത് രണ്ടുമാണ് ലഭ്യമായതിൽ ഏറ്റവും നല്ല വ്യാഖ്യാനമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് ശിവാനന്ദാശ്രമത്തിലും അതുപോലെ ശ്രീരാമകൃഷ്ണ മഠത്തിലും ഈ 2 ഗ്രന്ഥങ്ങളും ലഭ്യമാണ്. ഇന്ന് തന്നെ വായിക്കുക. വിഷ്ണു സഹസ്രനാമത്തിന്റെ ഓരോ നാമങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കിയിട്ട് ജപിക്കുമ്പോൾ അതിന്റെ ബലം എത്രയാണെന്ന് ചിന്തിച്ചു നോക്കൂ. കൂടെ ശങ്കരഭാഷ്യവും മനസ്സിലാക്കാമല്ലോ. ഇന്ന് തന്നെ തീർച്ചയായിട്ടും വാങ്ങിക്കുക, പാരായണം ആരംഭിക്കുക. വിഷ്ണു സഹസ്രനാമം ശങ്കരഭാഷ്യം മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് നിർമ്മലാനന്ദ സരസ്വതി സ്വാമികളാണ്. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പാലക്കാട് ശിവാനന്ദാശ്രമമാണ്. മനോഹരമായ ചട്ടയും രൂപവും ഒപ്പം വലിയ അക്ഷരത്തിലുള്ള അച്ചടിയുമാണ് ഈ ഗ്രന്ഥത്തിന്റെ സവിശേഷത. ഓരോ നാമങ്ങളുടെ അർത്ഥം പറയുന്നതിനോടൊപ്പം തന്നെ ആചാര്യസ്വാമികൾ നൽകിയ ഭാഷ്യവും വിവർത്തനം ചെയ്തിരിക്കുന്നു. ഭാഷ്യത്തിനായിട്ട് ആചാര്യസ്വാമികൾ ഉദ്ധരിച്ച ഗ്രന്ഥങ്ങളും പറയുന്നു.
ശിവാനന്ദ ആശ്രമവുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ ഈ ഗ്രന്ഥം സ്വന്തമാക്കുക. ഇത് തീർച്ചയായിട്ടും പഠിക്കുക, ജ്ഞാനം നുകരുക. ഇത് വിഷ്ണു സഹസ്രനാമം ശങ്കരഭാഷ്യമാണ്. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് വേദാന്ത ശിരോമണി ശങ്കര ശർമ്മയാണ്. പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശ്രീരാമകൃഷ്ണ മഠം, പുറംനാട്ടുകരയാണ്. മനോഹരമായ രൂപഭംഗിയും തെളിച്ചവുമുള്ള അച്ചടി, നല്ലൊരു നിർമ്മാണമാണ് ഈ ഗ്രന്ഥത്തിൻ്റെത്. ഓരോ നാമങ്ങളുടെയും അർത്ഥങ്ങളും ശങ്കരഭാഷ്യത്തോടുകൂടി വളരെ ലളിതമായി പറഞ്ഞിരിക്കുന്നു. ആചാര്യസ്വാമികൾ ഉദ്ധരിച്ചിട്ടുള്ള പ്രമാണ ഗ്രന്ഥങ്ങള് വ്യാഖ്യാനത്തോടൊപ്പം ചേർത്തിരിക്കുന്നു, വളരെ കൃത്യമായിട്ട് ഭാഷ്യത്തിന് ഉപയോഗിച്ച രീതിയിൽ തന്നെ. ഈ ഒരു ഗ്രന്ഥം ശ്രീരാമകൃഷ്ണ മഠത്തിലെ എല്ലാ സ്റ്റോറുകളിലും ലഭ്യമാണ്. ഇന്ന് തന്നെ വാങ്ങിക്കുക.